നമസ്കാരം, DNA-യിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും ശത്രുക്കളല്ല, പങ്കാളികളാണ് എന്ന പ്രഖ്യാപനത്തോടെ നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ച ഇതിനോടകം ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉച്ചകോടിയോടനുബന്ധമായാണ് ഇന്ത്യയുടെയും ചൈനയുടെയും ഭരണാധികാരികൾ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കയുടെ ശത്രുതാപരമായ 50% താരിഫിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുകയാണ് എന്നൊരു പ്രതീതി വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ട്രൂത്ത് സോഷ്യലിൽ എഴുതി, ഞങ്ങൾക്ക് ഇന്ത്യയെ നഷ്ടപ്പെട്ടു, ഇന്ത്യയെയും റഷ്യയെയും ചൈന കൊണ്ടുപോയി എന്ന് പറയുകയുണ്ടായി. ഇന്ത്യയും ചൈനയും വീണ്ടും സഹോദര രാഷ്ട്രങ്ങളാവുകയാണോ? ഹിന്ദി ചീനി ഭായ് ഭായ് വീണ്ടും വരികയാണോ? വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചരിത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് ചൈനയെ വിശ്വസിക്കാമോ എന്നുള്ളതാണ്. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന ആ പ്രയോഗം ഉണ്ടാക്കിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തെ പോലെ ഒരു ലോക നേതാവും ചൈനയെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വിശ്വസിച്ച നെഹ്റുവിന് ചൈന എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന ആ ഒരു ചരിത്രം അവിടെ ബാക്കി നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ചൈനയെ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പിയാണ് എന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു സാർവദേശീയ അംഗീകാരമുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെ ആദ്യത്തെ പതിറ്റാണ്ട് ലോകവ്യാപകമായി ആഘോഷിക്കപ്പെട്ടു. ചേരിചേര നയത്തിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി സോവിയറ്റ് പക്ഷത്തും അമേരിക്കൻ പക്ഷത്തുമല്ലാത്ത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ നാം വരുന്നു. അതിൽ ജോസഫ് ടിറ്റോയോടും അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസറിനോടൊപ്പം ജവഹർലാൽ നെഹ്റു അതിൻ്റെ പ്രധാനപ്പെട്ട സ്തംഭമായി മാറുന്നു. ആഗോള വിഷയങ്ങളിൽ നെഹ്റുവിൻ്റെ അഭിപ്രായങ്ങൾക്ക് ലോകം കാതോർക്കുന്നു. സൂയസ് കനാൽ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലും ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ അവിടെ ലോകശക്തികളെ ഇടപിടിക്കുവാനും ഒരു മധ്യശ്രമം നടത്താനും ഒക്കെ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഈജിപ്തിലെ വീടുകളിൽ അത് കഴിഞ്ഞ് വർഷങ്ങളോളം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ തൂങ്ങിക്കിടക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ തരത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലൊരു ബന്ദി പ്രശ്നം വന്നപ്പോൾ അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ മധ്യസ്ഥത്തിന് ഇടപെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ വലിയ സാർവദേശീയ അംഗീകാരം ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ മനസാക്ഷി എന്നാണ് ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഏഷ്യയുടെ പ്രകാശമാണെന്ന് വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞു. അങ്ങനെ ആ തരത്തിലൊക്കെ ഒരു വേള കോൺഗ്രസ് പാർട്ടിയോട് ജവഹർലാൽ നെഹ്റു ഞാൻ ക്ഷീണിതനായി, ഞാൻ രാഷ്ട്രീയം മതിയാക്കാൻ, ഭരണാധികാരം മതിയാക്കാൻ ആലോചിക്കുന്നു എന്ന നിലപാട് പറഞ്ഞപ്പോൾ പാർട്ടി അത് നിരസിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഐസൻഹോവറും റഷ്യൻ ഭരണാധികാരി നികിത ക്രൂഷ്ചേവും രണ്ടുപേരും നെഹ്റുവിന് കത്തെഴുതി താങ്കൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് ചരിത്രം. അത്രമേൽ ലോകം വിലമതിക്കുന്ന നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. ആ നെഹ്റു ചൈനയെ കണ്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ചൈനയോട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോളനി വിരുദ്ധ നിലപാടിന് പുതുതായി രൂപം കൊണ്ട പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാവും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ചൈനയോടുള്ള അടുത്ത സൗഹൃദം എന്നുള്ളത് ഇന്ത്യയുടെ ആദ്യകാലത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ചൈനയെ ലോകവേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നെഹ്റുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. ആ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ ഈ വിവരണത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഘട്ടത്തിൽ അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗത്വത്തിന് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അല്ല സ്ഥിരാംഗമാകേണ്ടത് എന്ന നിലപാടായിരുന്നു നെഹ്റുവിന്. ആ നിലപാട് വ്യക്തമാക്കുന്ന കടലാസുകൾ, പേപ്പറുകൾ കണ്ട ആളുകൾ ഉണ്ട് ഐക്യരാഷ്ട്രസഭയിൽ എന്ന് ശശി തരൂർ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞ് നെഹ്റു അല്ലെങ്കിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗത്വത്തിന് പിന്തുണച്ചത് ചൈനയാണ് എന്ന് ഓർക്കണം. ചൈന പിന്നീട് 1970-കളിലാണ് ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നേടുന്നത്. പക്ഷേ ചൈന ആ വേദിയിൽ വരണം എന്ന നിലപാടിനൊപ്പമായിരുന്നു നെഹ്റു. എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചൈനീസ് കോസിനെ പിന്തുണച്ചിട്ടുള്ള ലോകരാഷ്ട്ര നേതാവ് ജവഹർലാൽ നെഹ്റുവാണ്.
1950 അന്നത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതുന്നുണ്ട്. അത് ആർക്കൈവ്സിലുണ്ട്. നവംബർ 7, 1950. ആ കത്തിൽ നെഹ്റുവിനോട് പട്ടേൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇന്ത്യ ചൈനയുടെ സുഹൃത്തായിരിക്കും, പക്ഷെ ചൈനയ്ക്ക് ഇന്ത്യ ഒരിക്കലും ഒരു സുഹൃത്താകില്ല. ചൈന സൂക്ഷിക്കേണ്ട ഒരു രാജ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ടിബറ്റിൽ ചൈന അടിച്ചമർത്തൽ നടത്തും, ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും എന്ന് ആ കത്തിൽ വല്ലഭായ് പട്ടേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം നെഹ്റുവിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ചൈന അതിർത്തി, അതായത് മക്മഹോൻ ലൈൻ അംഗീകരിക്കുന്നു എന്ന് ചൈനയെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ സൈന്യത്തെ വെല്ലുവിളികൾ നേരിടാൻ പര്യാപ്തമാക്കണം, സജ്ജമാക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആയുധശേഷി, അതുപോലെ തന്നെ അതിർത്തിയിലെ സൈനിക സാന്നിധ്യം, ഇവയൊക്കെ മെച്ചപ്പെടുത്തണം. ചൈന ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ് എന്ന് 1950 നവംബർ 7 അയച്ച കത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റുവിനോട് പറയുന്നുണ്ട്. പക്ഷെ നെഹ്റുവിൻ്റെ ആ കാര്യത്തിലൊരു കാഴ്ചപ്പാട്, നമ്മൾ ചൈനയ്ക്കെതിരെ ഒരു നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിച്ചാൽ അത് വിശാലമായ കോളനി വിരുദ്ധ നിലപാടുകൾക്ക് വിരുദ്ധമാകും. നമ്മൾ കൊളോണിയലിസത്തെയാണ് എതിർക്കേണ്ടത്. ചൈന നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമായി പരിഗണിക്കപ്പെടേണ്ട രാഷ്ട്രമാണ് എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ നെഹ്റുവിൻ്റെ നിലപാട്. അതനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 1952 ചൗ എൻ ലായ്, ചൈനീസ് പ്രീമിയർ, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടൊരു അതിർത്തി തർക്കമില്ല എന്ന് പറയുകയും ചെയ്തു. 1950 ടിബറ്റ് പൂർണ്ണമായും ചൈനീസ് അധീനതയിലായി. 1954 ജവഹർലാൽ നെഹ്റു ഇന്ത്യ ടിബറ്റിലെ ചൈനയുടെ പൂർണ്ണാധികാരം അംഗീകരിച്ചു. ഇന്ത്യക്ക് കൊളോണിയൽ കാലത്തുണ്ടായിരുന്ന സവിശേഷ അവകാശങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചു. ആ ഘട്ടത്തിൽ പോലും ചൈനയുമായി ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി മക്മഹോൻ ലൈൻ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തി ഞങ്ങൾ അംഗീകരിക്കുമെന്ന നിലപാട് അവരെ കൊണ്ട് എടുപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് നെഹ്റുവിന് ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ചൈന അതിർത്തി തർക്കം എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ് എന്ന നിലപാടായിരുന്നു അക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റേത്. അതിനുശേഷം ചൈനയുടെ അന്താരാഷ്ട്ര വേദികളിലെ സാന്നിധ്യം ഉറപ്പാക്കാനും നെഹ്റു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ബാന്തൂങ്ങിൽ പ്രഥമ ആഫ്രോ ഏഷ്യൻ സമ്മേളനം ചേർന്നപ്പോൾ ചൈന ആ ഉച്ചകോടിയിൽ ഉണ്ടാവണം എന്ന നിലപാട് നെഹ്റുവിൻ്റേതായിരുന്നു. ആ നെഹ്റുവിൻ്റെ നിലപാടനുസരിച്ചാണ് ചൈനയ്ക്ക് അവിടെ ഒരു റോൾ ലഭിക്കുന്നത്. ഇന്ത്യ പ്രത്യേക എയർ ഇന്ത്യ വിമാനം അനുവദിച്ചുകൊണ്ടാണ് ചൈനീസ് പ്രതിനിധി സംഘത്തെ ബാന്തൂങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് പോലും. ശരിക്കും ബാന്തൂങ്ങിൽ ചൈനയെ പ്രസന്റ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ്, അല്ലെങ്കിൽ ഇന്ത്യയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൈനയും നെഹ്റുവും തമ്മിലുള്ള ബന്ധത്തിൽ കാണാം. അതിലൊരു പ്രധാനപ്പെട്ട രംഗം 1954 പഞ്ചശീല തത്വങ്ങളായിരുന്നു. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. പഞ്ചശീലങ്ങൾ പ്രധാനമായും ഊന്നുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിലാണ്. രണ്ട് രാജ്യങ്ങളുടെയും അഖണ്ഡത രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കും, ഒരിക്കലും പരസ്പരം ആക്രമിക്കില്ല, തുല്യ പങ്കാളികളായി കരുതും, സമാധാനപരമായി സഹവർത്തിത്വം നയിക്കും തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് പക്ഷവും ഉറപ്പു നൽകുന്ന തത്വങ്ങളാണ് പഞ്ചശീല തത്വങ്ങൾ. അങ്ങനെ ചൗ എൻ ലായും ജവഹർലാൽ നെഹ്റുവും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. ചെയർമാൻ മാവോയുമായി നെഹ്റു നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചൗ എൻ ലായെ നെഹ്റു ഒരു സഹോദരനെ പോലെയാണ് കണ്ടത്. അങ്ങനെയാണ് ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന പ്രയോഗം തന്നെ ഉണ്ടാവുന്നത്. അത് നെഹ്റുവിൻ്റെ സംഭാവനയായിരുന്നു. അങ്ങനെ നെഹ്റു സഹോദര തുല്യമായി കണ്ട ചൈന തിരിച്ചെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ 1950കളുടെ മധ്യഭാഗം മുതൽ തന്നെ ഇന്ത്യയുടെ അക്സായ് ചിൻ മേഖലയിൽ ചൈനയുടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. സിൻജിയാൻ മേഖലയിൽ നിന്ന് ടിബറ്റിലേക്കുള്ള റോഡ്, അത് അക്സായ് ചിൻ വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുവെന്ന വിവരം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത്തരം ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യയും ചൈനയും തമ്മിൽ പലവട്ടം ചർച്ചകളും നടന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് 1959 മുൻപ് പട്ടേൽ പ്രവചിച്ചതുപോലെ തന്നെ ടിബറ്റിൽ ചൈനയുടെ അടിച്ചമർത്തൽ ഉണ്ടാവുന്നു. ദലൈ ലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ടിബറ്റിൽ നിന്ന് പലായനം ചെയ്യുന്നു. 1959 ദലൈ ലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നു. ആ അഭയം കൊടുക്കുന്നതിനെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധം വഷളാവുന്നു എന്ന് മാത്രമല്ല, മക്മഹോൻ രേഖ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പരാമർശം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇന്ത്യക്ക് അത് അപ്രതീക്ഷിതമാണ്. 1960 ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി GB പത്തും ചൗ എൻ ലായും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടക്കുകയാണ്. അപ്പോൾ ആ ചർച്ചയിൽ ഇന്ത്യൻ ഭാഗം പ്രധാനമായും ഉന്നയിച്ചത് ഈ അക്സായ് ചിനിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടുത്തെ ഇന്ത്യയുടെ അധികാരവും മറ്റുമൊക്കെ ആണെങ്കിൽ പന്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി അന്തിമമല്ല, ഞങ്ങൾ ആ അതിർത്തി അംഗീകരിക്കുന്നില്ല എന്ന് ചൗ പറയുന്ന ഇടം വരെ എത്തി കാര്യങ്ങൾ. അപ്പോഴും ജവഹർലാൽ നെഹ്റു ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്നോ
ഇന്ത്യ ചൈന യുദ്ധമുണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചേയില്ല. 1961 നെഹ്റു പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് യുദ്ധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. 1957 അദ്ദേഹത്തിന്റെ സർക്കാരിൽ VK കൃഷ്ണമേനോനായിരുന്നു പ്രതിരോധ മന്ത്രി. നമ്മുടെ മലയാളിയായ VK കൃഷ്ണമേനോൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ഒരു നേതാവാണ്. അദ്ദേഹവും അന്നത്തെ സേനാ മേധാവിയും തമ്മിൽ ഒരു തർക്കമുണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ സേനാ മേധാവിയെ അദ്ദേഹം മേനോൻ തള്ളിപ്പറയുന്നത് വരെ ഇടക്കാലത്ത് കാര്യങ്ങളെത്തി. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക, അങ്ങനെ സേനയെ ശാക്തീകരിക്കുക എന്ന ആശയത്തിന് എതിരായിരുന്നു VK കൃഷ്ണമേനോൻ. എന്ന് മാത്രമല്ല, അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അന്ന് പറഞ്ഞു കേട്ട ഒരു കാര്യം, ഇന്ത്യയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഹെയർ പിന്നും പ്രഷർ കുക്കറും ഉണ്ടാക്കുന്ന ഫാക്ടറികളായി മാറിപ്പോയി എന്നുള്ളതാണ്. ഒരു യുദ്ധത്തെ നേരിടാനുള്ള സൈനികമായ പ്രിപ്പയർഡ്നെസ് ഇന്ത്യയെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഒരു യുദ്ധത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്ന ചിന്ത അന്ന് കാര്യമായി ഉണ്ടായിരുന്നേയില്ല എന്നുള്ളതാണ് വസ്തുത. പന്ത് ചൗ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നെയും ചില കാര്യങ്ങളുണ്ടായി. 1962 സെപ്റ്റംബർ മാസം 8-ാം തീയതി മക്മഹോൺ ലൈൻ ചൈന മറികടന്നു. അന്ന് അതൊരു അതിർത്തിയിലെ അസ്വാരസ്യം എന്നുള്ള നിലയിൽ മാത്രമാണ് ജവഹർലാൽ നെഹ്റുവും VK കൃഷ്ണമേനോനും കണ്ടത് എന്ന് മാത്രമല്ല, ഇരുവരും നേരത്തെ നിശ്ചയിച്ച വിദേശയാത്രയ്ക്ക് പോവുകയും ചെയ്തു. 1962 സെപ്റ്റംബർ 8 മുതൽ അങ്ങോട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പഴയതേ ആയിരുന്നില്ല. 1962 ഒക്ടോബർ മാസം 20-ാം തീയതി അനിവാര്യമായത് സംഭവിച്ചു. 2 സെക്ടറുകളിൽ നിന്നും, ഈസ്റ്റേൺ വെസ്റ്റേൺ സെക്ടറുകളിൽ നിന്ന് ചൈനയുടെ ആക്രമണമുണ്ടായി. താങ്ല റിഡ്ജ് ചൈന ആക്രമിച്ചു. രാജ്യം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങി. ആ സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ത്യൻ ഭരണകൂടം ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യ സൈനികമായി സജ്ജമായിരുന്നില്ല. ചൈന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കർഷകരുടെ വേഷത്തിൽ അവരുടെ സൈനികരെ ഇന്ത്യൻ ഭൂഭാഗങ്ങളിലേക്ക് അയച്ചിരുന്നു. സൈന്യം ഇങ്ങനെ ഇന്ത്യൻ അതിർത്തി മറികടന്ന് ഇന്ത്യൻ ഭൂഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ നേരിടാൻ മാത്രമുള്ള ആയുധശേഷി ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യൻ സൈനികരെ സംബന്ധിച്ച് അവരുടെ കൈമുതലായിരുന്നത് ധൈര്യം മാത്രമായിരുന്നു. ഇന്ത്യൻ സൈനികർക്ക് ചൂട് കായാനുള്ള വിറകോ ടെൻറ്റുകളോ പോലും ഇല്ലാതെ ഹിമാലയൻ മഞ്ഞിൽ, തണുത്തുറയുന്ന ഹിമാലയൻ മഞ്ഞിൽ ക്യാൻവാസ് ഷൂസുകളും ധരിച്ച് ആർത്തിരമ്പി വരുന്ന ചൈനീസ് പട്ടാളത്തെ നേരിടേണ്ടി വന്നു. അപ്പുറത്തുള്ള മഹാസൈന്യത്തോട് 30,000 ചൈനീസ് സൈനികരോട് എതിരിടാൻ ഇന്ത്യക്കാരുടെ ആത്മാഭിമാനവും ധൈര്യവും മാത്രം പോരായിരുന്നു. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയേറ്റു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണകൂടം ഒരു അമ്പരപ്പിലായി. ജവഹർലാൽ നെഹ്റു വിവിധ ലോകരാഷ്ട്രങ്ങൾക്ക് കത്തയച്ചു. അപ്പോൾ പോലും, അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്, അപ്പോൾ പോലും ഒരു ശാക്തിക ചേരിയുടെയോ അല്ലെങ്കിൽ ഒരു വൻ ശക്തിയുടെയോ സൈനികമായ സഹായം ജവഹർലാൽ നെഹ്റു അഭ്യർത്ഥിച്ചിട്ടില്ല. അത് എന്നെ അമ്പരപ്പിച്ചു എന്ന് ലാൽ ബഹാദൂർ ശാസ്ത്രി പറയുന്നുണ്ട്. അദ്ദേഹം വിവിധ രാഷ്ട്രങ്ങൾക്ക് കത്തയച്ചു, ആയുധങ്ങൾ നൽകണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ മാസം 24-ാം തീയതി ചൗ എൻ ലായ് പ്രധാനമന്ത്രി നെഹ്റുവിന് ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ ഒഫീഷ്യൽ സന്ദേശം അയക്കുന്നു. 3 പോയിന്റുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന്, മക്മഹോൺ ലൈൻ അല്ല, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് 2 സൈന്യവും 20 കിലോമീറ്റർ വീതം പിൻവാങ്ങാം. അതിനുശേഷം സമാധാന ചർച്ചകൾ നടത്താം. ഞാൻ ന്യൂഡൽഹിയിലേക്ക് സമാധാന ചർച്ചകൾക്കായി വരാം എന്ന് പറയാണ്. പക്ഷേ ആ 4 ദിവസം കൊണ്ട് 100 കണക്കിന് കിലോമീറ്റർ ഇന്ത്യൻ ഭാഗത്തേക്ക് ചൈനീസ് സൈനികർ കടന്നു കയറിയിരുന്നു. അവിടെ നിന്ന് 20 കിലോമീറ്റർ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ ആയിരുന്നില്ല. സെപ്റ്റംബർ 8-ന് മുൻപുള്ള അതിർത്തിയിലേക്ക് ചൈനീസ് സൈനികർ പിൻവാങ്ങണം, അതിനുശേഷം ചർച്ച എന്നുള്ളതായിരുന്നു ഇന്ത്യൻ പൊസിഷൻ. പക്ഷേ ചൈന മുന്നോട്ട് കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ സൈനിക ദൗർബല്യം വെളിവായി. പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലായി. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം മുഴങ്ങി. അതിനിടെ നെഹ്റു സുഹൃത്ത് രാഷ്ട്രങ്ങൾക്കൊക്കെ കത്തയക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് അദ്ദേഹം പിന്തുണ പ്രതീക്ഷിച്ചു. പക്ഷേ സോവിയറ്റ് യൂണിയനോ നികിത ക്രൂഷ്ചേവോ അനങ്ങിയില്ല. ഇന്ത്യ ചൈന സമാധാന പ്രക്രിയ മുന്നോട്ട് പോകട്ടെ എന്ന ആശംസയായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉണ്ടായത്. നെഹ്റുവിൻ്റെ സുഹൃത്തുക്കൾ, നാം രാഷ്ട്രങ്ങൾ
കാര്യമായി ഇടപെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ വിവിധ ചേരിചേരാ രാഷ്ട്രങ്ങളുമായി സംസാരിക്കുകയും ചൈനയുമായി സംസാരിച്ചൊരു ഉടമ്പടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അത് വിജയം കണ്ടില്ല. സൂയസ് കനാൽ ദേശസാൽക്കരണ സമയത്ത് ജവഹർലാൽ നെഹ്റു എങ്ങനെ ഗമാൽ അബ്ദുൽ നാസറിനെ സഹായിച്ചോ അതേ സഹായം തിരികെ കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ചില ഇനീഷ്യേറ്റീവ്സ് എടുത്തു, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. അമേരിക്കയിൽ നിന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നെഹ്റുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തെഴുതുകയും ഞങ്ങൾ ആയുധങ്ങൾ നൽകാമെന്ന് പറയുകയും ചെയ്തു. അമേരിക്ക, കാനഡ, ഫ്രാൻസ് പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് ആയുധം നൽകാമെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സോവിയറ്റ് യൂണിയനോട് അതിനോടകം തന്നെ മിഗ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ആ മിഗ് വിമാനങ്ങൾ ലഭിക്കുകയോ റഷ്യയിൽ നിന്ന് സൈനികമായ പിന്തുണ ലഭിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണണം. ആ ഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടായി. ജോൺ എഫ് കെന്നഡി നേരിട്ട് പാകിസ്ഥാൻ ഭരണാധികാരി മേജർ അയൂബ് ഖാനുമായി ബന്ധപ്പെടുകയും ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പാടില്ല എന്ന കർശനമായ നിബന്ധന മുന്നോട്ട് വെക്കുകയും ചെയ്തു. അന്ന് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായി അമേരിക്കൻ സമ്മർദ്ദത്തിന് പാകിസ്ഥാൻ കീഴടങ്ങി. അന്ന് പാകിസ്ഥാൻ കൂടി ഇന്ത്യയെ ആക്രമിച്ചിരുന്നുവെങ്കിൽ അത് കുറെ കൂടി വിനാശകരമായേനെ. പക്ഷേ അമേരിക്ക ഇടപെടുകയും അമേരിക്കയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ, ഇന്ത്യ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തു. ഇക്കാര്യം ഒരു ദൂതൻ മുഖേന എഴുത്തുവഴി അയൂബ് ഖാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അറിയിക്കുകയും ചെയ്തു. അത്രയും ആശ്വാസം എന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ചൈനീസ് സൈന്യം കൂടുതൽ ഇന്ത്യൻ ഭൂഭാഗങ്ങളിലേക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനിൽ നിന്ന് പ്രതിരോധ വകുപ്പ് ഏറ്റെടുത്തു. പക്ഷേ അതുകൊണ്ടും തീർന്നില്ല. നവംബർ മാസം 7-ാം തീയതി വി കെ കൃഷ്ണമേനോൻ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സഹായിക്കാൻ ഒരുപാട് ആളുകളില്ലാത്ത അവസ്ഥ. നവംബർ മാസം 19-ാം തീയതി അമേരിക്കയിൽ അന്ന് ഇന്ത്യയുടെ സ്ഥാനപതി ജവഹർലാൽ നെഹ്റുവിൻ്റെ കസിനായിട്ടുള്ള ബി കെ നെഹ്റുവാണ്. അദ്ദേഹത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് നവംബർ മാസം 19-ാം തീയതി ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്കൻ വ്യോമസേന വരണം, അമേരിക്കൻ വ്യോമ സഹായം ഇന്ത്യ തേടുകയുണ്ടായി. അതും ചരിത്രം. 2 ദിവസം കഴിഞ്ഞ് നവംബർ മാസം 21-ാം തീയതി ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവർ ഇന്ത്യൻ ഭൂഭാഗങ്ങളിൽ നിന്ന് മടങ്ങി. ഈ ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആ ദിവസത്തെക്കുറിച്ച് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ടെന്ന്. അദ്ദേഹം ലാൽ ബഹാദൂർ ശാസ്ത്രിയോടൊപ്പമാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. ചൈന യുദ്ധം മതിയാക്കിയ കാര്യം ഇന്ത്യൻ നേതാക്കൾ അറിയുന്നത് പത്രങ്ങളിൽ നിന്നാണ്. അസമിലേക്ക് പോകാനായി, വലിയ പ്രതിസന്ധി നോർത്ത് ഈസ്റ്റിലാണ്, അസമിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ നിൽക്കുമ്പോഴാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഈ വിവരം അറിയുന്നത്. അത് പത്രത്തിൽ നിന്നാണ്. വിവരം അറിഞ്ഞ ഉടനെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ശാസ്ത്രി നെഹ്റുവിൻ്റെ വസതിയിലേക്ക് പോയി. അവിടെ നെഹ്റു ഉറക്കം എണീറ്റ് വരുന്നതേ ഉള്ളൂ. ശാസ്ത്രി പറയുമ്പോഴാണ് നെഹ്റു ചൈന യുദ്ധം നിർത്തിയ കാര്യം അറിയുന്നത്. പത്രം ഓഫീസുകളിൽ 6-7 മണിക്കൂർ മുമ്പെത്തിയ വിവരം പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അറിവുണ്ടായിരുന്നില്ല എന്ന ആശ്ചര്യജനകമായ വസ്തുതയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചൈനയുടെ ഉദ്ദേശം, ചൈന 2500 സ്ക്വയർ മൈൽ പ്രദേശം, ഇന്ത്യൻ പ്രദേശം കയ്യേറി ബാക്കി ഭാഗങ്ങളിൽ നിന്ന് അവർ സ്വമേധയാ ഒഴിഞ്ഞുപോയി സേനാ പിന്മാറ്റം നടത്തി. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ നാണം കെടുത്തുക എന്നുള്ളതായിരുന്നു. അതോടുകൂടി ആഗോളതലത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിച്ഛായ ഇടിഞ്ഞു. ലോക നേതാവ് എന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ മങ്ങി. നെഹ്റു തന്നെ ചൈനയുടെ ഈ ചതിയിൽ ഖിന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തീർത്തും മോശമായി. എന്ന് മാത്രമല്ല, നെഹ്റു ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തെ നേരിട്ടു. കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷമുള്ള കാലമായതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം ജവഹർലാൽ നെഹ്റുവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അദ്ദേഹം അതിനെ അതിജീവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം തകരുന്ന നിലയിലായിരുന്നു. കാരണം ചൈനയുടെ ചതി അദ്ദേഹത്തെ അത്രമേൽ നോവിച്ചു. അദ്ദേഹം ചൈനയെ സഹോദര രാഷ്ട്രമായി കണ്ടുവെങ്കിൽ സഹോദരനെ കുത്തുന്ന ആ ദൗത്യമാണ് ചൈന ഏറ്റെടുത്തത്. മുറിവേറ്റ നെഹ്റു പിന്നീട് ചൈനീസ് ആക്രമണത്തിന് ശേഷം ഈ ലോകത്ത് ജീവിച്ചത് വെറും 18 മാസം മാത്രമാണ്. 1964 ജനുവരി മാസത്തിൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ആദ്യമായി സ്ട്രോക്ക് വരുന്നു. അദ്ദേഹം ശിയാവലംബിയായില്ല, മടങ്ങി വരുന്നു പൊതുജീവിതത്തിലേക്ക്. വീണ്ടും അതേ വർഷം 1964 മെയ് മാസം 17-ാം തീയതി 2-ാം തവണയും പക്ഷാഘാതം പിടിപെടുന്നു ജവഹർലാൽ നെഹ്റുവിന്. വീണ്ടും അദ്ദേഹം രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അദ്ദേഹം ആ മാസം 24-ാം തീയതി മാധ്യമപ്രവർത്തകരെ കാണുന്നു. ഞാൻ കുറേ കാലം കൂടി ഇവിടെ ഉണ്ടാകും എന്ന് നെഹ്റു പറയുന്നു. പക്ഷേ ആ വർഷം 1964 മെയ് മാസം 27-ാം തീയതി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ
അദ്ദേഹത്തിൻ്റെ കിടക്കയോട് തൊട്ടു ചേർന്നുള്ള ആ മേശപ്പുറത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിത അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരുന്നു. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഏഷ്യയുടെ വെളിച്ചം എന്ന് ചർച്ചിൽ വിശേഷിപ്പിച്ച നെഹ്റു ആ വെളിച്ചം അണഞ്ഞു. ചൈനയുടെ ചതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാക്കിയതിലെ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യ ചൈന ബന്ധം തുടർന്നങ്ങോട്ട് ഒരു ഘട്ടത്തിലും നല്ല നിലയിൽ ആയിട്ടേയില്ല. സുഹൃത്ത് രാഷ്ട്രമായ, സഹോദര രാഷ്ട്രമായ ചൈന എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചിരുന്ന ചൈന പിന്നീട് ഇന്ത്യയുടെ ശത്രുക്കളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ 2020 ഗാൽവനിൽ നടത്തിയ ആക്രമണത്തിൽ 20 ഇന്ത്യൻ സൈനികർക്ക് ദേഹവിയോഗം ഉണ്ടാവുന്ന ഘട്ടം വന്നു. അതിനുശേഷം 2020 ഘട്ടത്തിൽ ഗാൽവൻ വാലിയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ചൈനയുടെ കടന്നുകയറ്റങ്ങൾ നമ്മൾ കണ്ടു. ആ ചൈന ഇപ്പോൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ, പുതിയ ആഗോള സാഹചര്യ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി കൈകോർക്കുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ ആരും മറന്നു പോകാനിടയില്ല. വിശ്വസിച്ച ഇന്ത്യയെ ചൈന ഒറ്റുകൊടുത്തതുപോലെ ആ ചരിത്രം ഇനി ആവർത്തിക്കുമോ? ഇന്ത്യ ചീനി ഭായ് ഭായ് എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? നെഹ്റുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? അതോ ചതികൾ ആവർത്തിക്കപ്പെടുമോ? എന്തായാലും മുൻപത്തേതുപോലെ 1950കളിലേതുപോലെ ചൈനയെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഇന്ന് ഇന്ത്യ തയ്യാറാവും എന്ന് ആരും കരുതുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ ചൈന സൗഹൃദം, ഹിന്ദി ചീനി ഭായ് ഭായ് എന്നുള്ളത് ഭാവി തെളിയിക്കേണ്ട, ഇനിയുള്ള കാലം തെളിയിക്കേണ്ട ഒരു കാര്യമായി മാറും.